അപ്പൊ ഇയാള് കിതാബ് ഓതിയല്ലോ, കിതാബ് ഓതി കബറ് കെട്ടിപ്പൊക്കുന്നതിന് തെളിവ് പറയുകയാണ്. കബറ് കെട്ടിപ്പൊക്കുന്നതിന് തെളിവ് പറഞ്ഞപ്പോൾ ഇയാള് പറഞ്ഞു, ഏത് കിതാബ്? തഫ്സീറുൽ ലുബാബ്. തഫ്സീറുൽ ലുബാബ് എന്ന് പറയുന്ന കിതാബ് വായിച്ചപ്പോൾ നസ്തബഖി ആസാർ അസ്ഹാബിൽ കഹ്ഫി എന്നുള്ള തഫ്സീർ, ആ തഫ്സീർ വായിച്ചപ്പോൾ ഇയാള് അർത്ഥം വെച്ചത് എന്താണെന്നറിയാമോ? ഇയാൾ അർത്ഥം വെച്ചത് അവരുടെ ബർക്കത്തെടുക്കാൻ വേണ്ടി നമ്മൾ അവിടെ പള്ളി കെട്ടിയെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അതിന്റെ അർത്ഥം അങ്ങനെയല്ല. നസ്തബഖി എന്ന് പറഞ്ഞാൽ ബാക്കിയാക്കുക എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അപ്പൊ ഇയാൾ അതിന് ന്യായം പറയുന്നതെന്നറിയാമോ? ഇട്ടുകൊടുത്ത അയാളുടെ ന്യായം പിന്നെ തഫ്സീറുൽ ലുബാബ്. തഫ്സീറുൽ ലുബാബ് വായിച്ചപ്പോ വനസ്തബ്ഖി ആസാറ അസ്ഹാബിൽ കഹ്ഫി എന്നതിനിക്ക് ഞാൻ എന്തർത്ഥം വെച്ചു? അസ്ഹാബുൽ കഹ്ഫിന്റെ ബറക്കത്ത് ഞങ്ങൾ എടുക്കും എന്നർത്ഥം വെച്ചു. അപ്പൊ ഇയാള് ഭയങ്കര ചൂടായിട്ട് ഇയാൾ പച്ചക്കളവ് പറഞ്ഞതാണ്, ഇയാൾ മാഫ് ചോദിക്കണം, മാഫ് ചോദിക്കാതെ ഇവിടേക്ക് വരാൻ പാടില്ല, ഇയാൾ ചതിച്ചതാണ്, അങ്ങനെയാണ് ഒട്ടയാണ് ഇങ്ങനെ എന്നൊക്കെ അയാൾ പറഞ്ഞു കേട്ടോളൂ. അപ്പൊ എന്നിട്ട് ഇയാൾ പറയാ ന്യായം, അത് വേറെ കിതാബിൽ ആ അർത്ഥമുണ്ട് എന്നാ പറയുന്നത്. വേറെ കിതാബിൽ അർത്ഥമുണ്ട്, ഈ കിതാബ് വായിച്ചിട്ട് അങ്ങനെ അർത്ഥം വെക്കാൻ പറ്റുമോ? നിങ്ങളുടെ കാന്തപുരത്തിന്റെ കിതാബിലും മറ്റു കിതാബുകളിലും അങ്ങനെ അർത്ഥം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇമാമിങ്ങളുടെ കിതാബ് എടുത്ത് വായിച്ചിട്ട് അങ്ങനെ തോന്നിയ പോലെ അർത്ഥം വെക്കുക. അങ്ങനെ തോന്നിയ പോലെ അർത്ഥം വെച്ച് പിടിച്ചപ്പോൾ പറയാ അത് വേറെ കിതാബിൽ ബറക്കത്തെടുക്കും എന്ന് അർത്ഥം വെച്ചിട്ടുണ്ട് എന്ന്. അപ്പൊ അതിന്റെ മുകളിൽ എന്റെ ഖുർആനായത്ത് ഓതിയിട്ട് അതിനെയും ഇയാൾ കോട്ടി മാറ്റുന്നുണ്ട് അതിന്റെ മുകളിലുള്ളിട്ട്. അതല്ലേ തഹ്മിലുൽ ബഖിയത്തു മിമ്മാ തറക ആലു മൂസ വ ആലു ഹാറൂൻ തഹ്മിലുൽ മലായിക. ബഖിയത്ത് എന്നോട് പറഞ്ഞല്ലോ, അത് ബറക്കത്തിന്റെ ബഖിയത്താ. അപ്പൊ ആ ബറക്കത്തിന് വേണ്ടിയിട്ടാണ് അതൊക്കെ എടുത്തു വെക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് വനസ്തബ്ഖീഹി എന്ന് ബറക്കത്ത് എടുക്കുമെന്ന് അർത്ഥം പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇനിയും കിതാബ് നോക്കാതെ ഒന്നും പറയരുത്. മനസ്സിലായി? നമ്മളതായി ഒരു അവസാനം ഒരു വിരട്ടും, ഇനി കിതാബ് നോക്കാതെ പറയരുത്. അപ്പൊ നമ്മളെ വിരട്ടുക. ഇയാള് കിതാബ് വായിച്ച് തെറ്റായ അർത്ഥം വെച്ചിട്ട് ഇപ്പൊ പറയുന്നുണ്ടോ ബഖിയത്തു മിമ്മാ തറക ആലു മൂസ വ ആലു ഹാറൂൻ എന്ന കിതാബിൽ അവിടെ ബറക്കത്തെന്ന അർത്ഥമൊന്നും, അവിടെ ബറക്കത്തൊന്നല്ല അർത്ഥം, അവിടെയും ബാക്കിയാക്കിയത് എന്നാണ് അർത്ഥം. ഒരു ഖുർആൻ ഓതിയിട്ട് അവിടെ അങ്ങനെ അർത്ഥമുണ്ടെന്ന് ഇയാൾ വ്യാഖ്യാനിക്കുക ഇയാളെ കയ്യിൽ നിന്നിട്ട്. ഏത് തഫ്സീറിലാ പറഞ്ഞെങ്കിൽ തഫ്സീർ കൊണ്ട് വായിക്ക്. ബഖിയത്തിന് അങ്ങനെ അർത്ഥമുണ്ട്, ഡിക്ഷണറി കൊണ്ടുവാ. അറബി ഡിക്ഷണറി ഒരുപാടുണ്ടല്ലോ, അറബി ഡിക്ഷണറി കൊണ്ടുവന്ന് വായിക്ക്. തോക്കെ സഖാഫി ധൈര്യമുണ്ടെങ്കിൽ ബഖിയത്തിന് ബറക്കത്തെന്നുള്ള അർത്ഥം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ സമ്മതിച്ചു തരാം, നമുക്ക് പ്രശ്നമില്ല. അങ്ങനെ ഉണ്ട്, അങ്ങനെ നിങ്ങൾ വായിക്കുന്നെങ്കിൽ നമ്മൾ സമ്മതിച്ചു തരാം, നമുക്കെല്ലാം അറിയാമെന്ന് നമ്മൾ അങ്ങ് പറയുന്നില്ല. എന്നാൽ ബഖിയത്തിന് അങ്ങനെ അർത്ഥമുണ്ടെങ്കിൽ ഡിക്ഷണറി കൊണ്ടൊന്ന് വായിക്ക്. ബഖിയത്തിന് അങ്ങനെ അർത്ഥമുണ്ടെന്ന് ഖുർആൻ എടുത്തിട്ട് അതും ദുർവ്യാഖ്യാനിക്കുകയാണ്. അപ്പോ നമ്മൾ കൊണ്ടുവന്ന ആശയങ്ങളെ ആശയം കൊണ്ട് നേരിടാൻ കഴിയാതെ ഒളിച്ചോടുകയാണ്. പിന്നെയോ തഫ്സീർ തൊബരി. സഹോദരങ്ങളെ, ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കൊടുത്ത മറുപടി അതിനെ തോക്കെ സഖാഫി ഇവിടെ തിരിച്ചു കൊടുത്ത മറുപടി നമുക്ക് നാലായി തരംതിരിക്കാം. ഒന്ന്, നമ്മളെ കുറേ തെറ്റുകൾ, ഇങ്ങനെ ഇയാൾക്ക് തെറ്റ് സംഭവിച്ചു, 15 തെറ്റുകൾ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തെറ്റുകൾ എടുത്തിട്ടുന്നുണ്ട്. അതിനെ നമ്മൾ വിശദീകരിച്ചു. ഇയാൾ കൊണ്ടുവന്ന തെറ്റൊന്നും തെറ്റല്ല, ഇയാൾക്ക് ചെവി കേട്ടുകൂടാത്തത് കൊണ്ടാണ്. പിന്നെ ആ തെറ്റ് കൊണ്ടുവന്നപ്പോൾ തന്നെ ഇയാൾ കുറേ ജഹാലത്ത് പറഞ്ഞു. അലമിൽ അലിഫ്ലാം പ്രവേശിക്കൂല, അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറേ ഹത്ത കുബ്ബത്തു എന്ന് വായിക്കാൻ അവിടെ വജിഹില്ല എന്നൊക്കെ ഇയാൾ പറഞ്ഞു. അതൊക്കെ നമ്മൾ കൈയോടെ പിടിച്ചു. രണ്ടാമത്തത്, ഇയാൾ വായിച്ച ഖുർആൻ ആയത്തുണ്ട്, ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ എന്നുള്ള ഖുർആൻ ആയത്ത് ഖബറ് കെട്ടിപ്പൊക്കുവാൻ തെളിവാണ് എന്ന് ഇയാൾ വാദിച്ചു. തെളിവുകൾ നിരത്തിക്കൊണ്ട് അതല്ല എന്ന് നമ്മൾ ഖണ്ഡിച്ചു. അപ്പൊ അതിന് മറുപടി പറയാൻ വന്നിട്ട് നമ്മൾ കൊടുത്ത മറുപടിയെ വസ്തുനിഷ്ഠമായിക്കൊണ്ട് കൈകാര്യം ചെയ്യുവാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഒന്നാമത്തേത്, തഫ്സീർ തൊബരിയിൽ അൽ ഇമാം തൊബരി റഹ്മഹുല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ എന്ന് അവിടെ പറഞ്ഞത് കുഫാറുകളാണ്, മുവഹ്ഹിദീങ്ങളുടെ ശത്രുക്കളാണ് എന്ന് ഞാൻ അവിടെ പറയുകയുണ്ടായി. ഇത് ഇമാം തൊബരി റഹ്മഹുല്ലാഹു തആലയുടെ തഫ്സീറാണ്.
അപ്പൊ ഇതാണ് ഇമാം തബരി റഹ്മത്തുള്ളാഹിയുടെ തഫ്സീർ. ഈ തഫ്സീറിന്റെ ഇത് 9-ാമത്തെ ജുസ് ആണ്. 9-ാമത്തെ ജുസ്ഇൽ 225-ാമത്തെ പേജിൽ ഇമാം അത്ത്-തബരി റഹ്മത്തുള്ളാഹി തആല പറയുകയാണ്, ഹദ്ദസനാ മുഹമ്മദ് ബിൻ സഅദ് ഖാല ഹദ്ദസനി അബി ഖാല ഹദ്ദസനി അമ്മി ഖാല ഹദ്ദസനി അബി അൻ അബീഹി അൻ ഇബ്നി അബ്ബാസ് ഖൗലുഹു ഖാല الذين غلبوا على امرهم لنتخذن عليهم مسجدا ഖാല യഅനി അദുവഹും, അല്ലെങ്കിൽ യഅനി അദുവഹും, രണ്ട് രൂപത്തിലും വായിക്കാം. അപ്പോൾ ഇവിടെ ഇബ്നി അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായിക്കൊണ്ട് ഇമാം അത്ത്-തബരി റഹിമഹുല്ലാഹു തആല രേഖപ്പെടുന്നത് എന്താണ്? പള്ളി അവിടെ നമ്മൾ നിർമ്മിക്കുമെന്ന് പറഞ്ഞത് ഇസ്ലാമിന്റെ ശത്രുക്കളാണ്, കാഫിരീങ്ങളാണ് എന്നാണ് ഇമാം അത്ത്-തബരി റഹിമഹുല്ലാഹു തആല പറഞ്ഞത്. ഇയാൾ പറയുന്നത് അങ്ങനെയല്ല. തഫ്സീർ ഇബ്നി അബ്ബാസ് എന്ന് പറഞ്ഞിട്ട് ഇയാൾ പറയുന്നത് തൻവീർ അൽ മിഖ്യാസ് എന്നാ പറയുന്നത്. തൻവീറുൽ മിഖ്യാസ് എന്നല്ല, തൻവീറുൽ മിഖ്ബാസ് ഫി തഫ്സീർ ഇബ്നി അബ്ബാസ് എന്നാണ് ആ കിതാബിന്റെ പേര്. ആ കിതാബിൽ തഫ്സീർ ഇബ്നി അബ്ബാസിലുണ്ട് ഇബ്നി അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിക്കൊണ്ട് അവിടെ പള്ളി കെട്ടും എന്ന് പറഞ്ഞത് ആരാണ്? മുസ്ലിമീങ്ങളാണ് എന്ന് തൻവീറുൽ മിഖ്ബാസിലുണ്ട് എന്ന് അയാൾ പറയുന്നത്. ഇയാൾ പറയുന്നത് തൻവീറുൽ മിഖ്യാസ് എന്നാണ്. തൻവീറുൽ മിഖ്ബാസ് എന്നാണ് ആ കിതാബിന്റെ പേര്, തൻവീറുൽ മിഖ്ബാസ് ഫി തഫ്സീർ ഇബ്നി അബ്ബാസ്. എന്നാൽ ഈ കിതാബ് കേൾക്കുന്നവർ വിചാരിക്കും ഇബ്നി അബ്ബാസ് റളിയല്ലാഹു അൻഹു എഴുതിയ തഫ്സീറാണെന്ന്. അല്ല, ഹിജ്റ 700-കളിൽ അൽ ഫൈറൂസാബാദി റഹ്മത്തുള്ളാഹി തആല ജംഉ ചെയ്ത തഫ്സീറാണത്. ഹിജ്റ 700-കളിൽ ഇമാം അത്ത്-തബരി റഹ്മത്തുള്ളാഹി തആല ജീവിച്ചിരിക്കുന്നത് ഹിജ്റ 210-ൽ വഫാത്തായ മഹാന്റെയാണ്. ഇമാം അത്ത്-തബരി റഹ്മത്തുള്ളാഹി തആല ഇബ്നി അബ്ബാസിൽ നിന്ന് ഉദ്ധരിക്കുന്നത് അത് പറഞ്ഞത് കാഫിരീങ്ങളാണ് എന്നാണ്. അപ്പൊ പിന്നെ ഹിജ്റ 700-ൽ ജീവിച്ചിരിക്കുന്ന അൽ ഫൈറൂസാബാദി റഹ്മത്തുള്ളാഹി തആല തൻവീറുൽ മിഖ്ബാസിൽ പറഞ്ഞത് അവിടെ പരിഗണിക്കാൻ പറ്റൂല. ഒന്നാമത്തെ കാരണം, ഒന്ന് ഇമാം അത്ത്-തബരി പറഞ്ഞതിന് വിരുദ്ധമാണത്. ഇമാം അത്ത്-തബരി റഹ്മത്തുള്ളാഹി തആല തഫ്സീറിന്റെ വിഷയത്തിൽ ഇമാമുൽ മുഫസ്സിരീനാണ്. എല്ലാ തഫ്സീറുകളും ഇമാം അത്ത്-തബരി റഹ്മത്തുള്ളാഹി തആലയുടെ തഫ്സീറിൽ നിന്നാണ് എടുക്കപ്പെട്ടിട്ട് പിൻകാലക്കാരായ എല്ലാവരും അവലംബിച്ച തഫ്സീറാണ് ഇമാം അത്ത്-തബരി റഹ്മത്തുള്ളാഹി തആലയുടെ തഫ്സീർ. രണ്ടാമത്തെ വിഷയം, തൻവീറുൽ മിഖ്ബാസ് എന്ന് പറയുന്ന കിതാബിന്റെ സിൽസില, അതിന്റെ സനദ് അൽ കൽബി അൻ അബി സ്വാലിഹ് അൻ ഇബ്നി അബ്ബാസ് ആണ്. ആ സിൽസിലയെ കുറിച്ച് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി തആല പറഞ്ഞത് സിൽസിലത്തുൽ കദിബ് എന്നാണ്, കള്ളന്മാരുടെ ചങ്ങല എന്നാണ്. അപ്പൊ കള്ളന്മാരുടെ ചങ്ങലയിൽ കൂടി വന്ന തഫ്സീറാണത്. അൽ കൽബി അൻ അബി സ്വാലിഹ് അൻ ഇബ്നി അബ്ബാസ്. ആ തഫ്സീർ കള്ളന്മാരുടെ ചങ്ങലയിൽ കൂടി വന്നതാണ്. അതുകൊണ്ട് തന്നെ തഫ്സീർ ഇബ്നി അബ്ബാസ് എന്നുള്ള പേരിൽ പ്രചരിക്കുന്ന തൻവീറുൽ മിഖ്ബാസ് അത് നമുക്ക് അവലംബിക്കാൻ പാടില്ല. അപ്പൊ ഇബ്നി അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞെടുക്കണമെങ്കിൽ ഇമാം അത്ത്-തബരി റഹ്മത്തുള്ളാഹി തആല രേഖപ്പെടുത്തി വെച്ചത് എടുക്കണം. അവിടെ ഇബ്നി അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ എന്ന് പറഞ്ഞത് ആരാണ്? അത് മുസ്ലിമീങ്ങളല്ല, കാഫിരീങ്ങളാണ് എന്നാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ പറയൂ ഇമാം അത്ത്-തബരിക്ക് തെറ്റിയതാണ് എന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഇനി തോക്ക ഇവിടെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇനി വരികയാണെങ്കിൽ അയാൾക്ക് ധൈര്യമുണ്ടെങ്കിൽ അയാൾ പറയണം ഇതാ ഇമാം അത്ത്-തബരിക്ക് തെറ്റി, ഇമാം അത്ത്-തബരിക്ക് തെറ്റി എന്ന് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. കാരണം ഇമാം അത്ത്-തബരി റഹ്മത്തുള്ളാഹി തആല പറഞ്ഞത് അവിടെ പറഞ്ഞത് ആരാണ്? കാഫിരീങ്ങളാണ്. ഇനി അത് മുസ്ലിമീങ്ങളാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ഇയാൾ എമ്പാടും കഷ്ടപ്പെടുന്നുണ്ട്. ആയിക്കൊള്ളട്ടെ. കാരണം തഫ്സീർ തബരി വായിച്ചപ്പോൾ നമ്മൾ തന്നെ പറഞ്ഞിരുന്നു എന്ത് വഖദ് ഉഖ്തുലിഫ ഫീ ഖായിലി ഹാദിഹിൽ മഖാല അഹും റഹത്തുൽ മുസ്ലിമൂൻ അംഹുൽ കുഫാർ ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ. അവരുടെ ഖബറിന്റെ മുകളിൽ പള്ളി കെട്ടും എന്ന് പറഞ്ഞത് മുസ്ലിമീങ്ങളാണോ കുഫാറുകളാണോ എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പണ്ഡിതന്മാർ പറഞ്ഞു അത് മുസ്ലിമീങ്ങളാണ്, കുറെ പണ്ഡിതന്മാർ പറഞ്ഞു അത് കാഫിരീങ്ങളാണ്. അപ്പൊ ഒരുപാട് കിതാബിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് വായിക്കാൻ കിട്ടും? അത് മുസ്ലിമീങ്ങളാണ് പറഞ്ഞത് എന്ന് വായിക്കാൻ കിട്ടും. കാരണം അതൊരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് എന്ന് ആൾറെഡി ഇമാം അത്ത്-തബരി റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തിന്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തഫ്സീർ ഇബ്നി അബ്ബാസ് അല്ലെങ്കിൽ തഫ്സീറു അൽ ഖുർആനിൽ അദീം
ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയുടെ തഫ്സീർ നമ്മളിവിടെ വായിച്ചു. ആ തഫ്സീർ വായിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞിരുന്നു, ഈ പറഞ്ഞത് ഇനി മുസ്ലിമീങ്ങളാണെങ്കിൽ തന്നെ ആ പറഞ്ഞത് ശരിയല്ല. ഇനി മുസ്ലിമീങ്ങളാണത് പറഞ്ഞതെന്ന് കൂട്ടിക്കോളി. ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ, ആ ഖബറുകൾക്ക് മുകളിൽ പള്ളി കെട്ടുമെന്ന് പറയുന്നത് മുസ്ലിമീങ്ങളാണെന്ന് തന്നെ കൂട്ടിക്കോളി. എന്നാൽ പോലും ആ പറഞ്ഞത് ശരിയല്ല എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹു തആല അദ്ദേഹത്തിന് തഫ്സീർ രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കൂ. ഖാല വല്ലാഹിറു, പറയുകയാണ്, ഹക്കാ ഇബ്നു ജരീരിൻ ഫിൽ ഖായിലീന ദാലിക ഖൗലൈൻ, രണ്ട് സംസാരങ്ങൾ ഇബ്നു ജരീർ തബരി റഹ്മത്തുള്ളാഹു തആല ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അഹദിഹിമ ഇന്നഹുൽ മുസ്ലിമൂന മിൻഹും, ഒന്നാമത്തെ ഖൗൽ എന്താണ്, ഒന്നാമത്തെ അഭിപ്രായം ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ എന്ന് പറഞ്ഞത് മുസ്ലിമീങ്ങളാണ്. വസ്താനി, രണ്ടാമത്തെ അഭിപ്രായം അഹ്ലു ശിർക്ക് മിൻഹും, ഷിർക്കിന്റെ ആളുകളാണ് പറഞ്ഞത് അവരുടെ ഖബറിന്റെ മുകളിൽ പള്ളി കെട്ടും. എന്നിട്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹു തആല പറയുകയാണ്, വല്ലാഹിറു അന്നല്ലദീന ഖാലൂ ദാലിക ഹും അസ്ഹാബുൽ കലിമത്തി വന്നഫൂദി വലാകിൻ ഹൽ ഹും മഹ്മൂദൂന അം ലാ, ഇനി മുസ്ലിമീങ്ങളാണ് പറഞ്ഞതെങ്കിൽ തന്നെ അവർ ചെയ്തത് ശരിയാണോ? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹു തആല പറയുകയാണ്, ഫീഹി നളറുൻ, അത് ശരിയല്ല. കാരണം എന്താണ്? അത് പരിശോധിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല എന്ന് പറയലാണ്. അത് ഇമാമിങ്ങളുടെ ഒരു ശൈലിയാണ്. قال لي أن النبي صلى الله عليه وسلم قال لعن الله اليهود والنصارى اتخذوا قبور أنبيائهم وصالحيهم مساجدا. കാരണം അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, യഹൂദികളെയും നസ്രാണികളെയും അല്ലാഹു ശപിക്കട്ടെ, അവർ അവരുടെ അമ്പിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ഖബറുകളെ മസ്ജിദുകളായി സ്വീകരിച്ചു എന്നുള്ളത് കൊണ്ട് മുസ്ലിമീങ്ങളാണ് ചെയ്തതെങ്കിൽ പോലും അത് അംഗീകരിക്കാൻ പറ്റൂല എന്നാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹു തആല അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളവിടെ ചോദിച്ചിരുന്നു, പ്രധാനപ്പെട്ടൊരു ചോദ്യം, ഈ തെളിവ് എന്താണ്? ഖബറിന്റെ മുകളിൽ പള്ളി കെട്ടാനുള്ള തെളിവാണല്ലോ. കാരണം ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ, ഖബറിന്റെ മുകളിൽ നമ്മൾ പള്ളി കെട്ടും എന്നാണ് ആര് പറഞ്ഞത്? അസ്ഹാബുൽ കഹഫിന്റെ ആളുകൾ പറഞ്ഞത്. എന്നാൽ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹു തആലയുടെ മദ്ഹബ് കൃത്യമായി പറയുന്നത് എന്താണ്? ഖബറിന്റെ മുകളിൽ പള്ളി കെട്ടൽ ഹറാമാണ് എന്നാണ്. ഖബറിന്റെ മുകളിൽ പള്ളി കെട്ടൽ ഹറാമാണ് എന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇമാം ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർക്ക്, അൽ ഇമാം ഷാഫിഈക്ക്, ഇമാം നവവിക്ക് ഇത് തെളിവായിട്ട് മനസ്സിലായില്ലയോ? അവർ ഈ ഖുർആൻ പാരായണം ചെയ്ത ആളുകളല്ലയോ? എന്തുകൊണ്ട് അവർ ഇമാം നവവി റഹ്മഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ അൽ മജ്മൂഅൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് നോക്കൂ. വത്തഫഖത്ത്, ശ്രദ്ധിക്കുക, ഇത്തിഫാഖിലായി നുസൂസു ഷാഫിഈ റഹ്മഹുല്ലാഹു തആലയുടെ പണ്ഡിതന്മാർ, അവരുടെ മദ്ഹബിലുള്ള പണ്ഡിതന്മാരെല്ലാം ഏകോപിച്ചു. വൽ അസ്ഹാബി അലാ കറാഹത്തി ബിനാഇ മസ്ജിദിൻ അലൽ ഖബർ, ഖബറിന്റെ മുകളിൽ പള്ളി കെട്ടാൻ പാടില്ല. അപ്പൊ ഈ ആയത്ത് തെളിവാണെങ്കിൽ ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ, അവരുടെ ഖബറിന്റെ മുകളിൽ നമ്മൾ പള്ളി കെട്ടും എന്ന് പറയുന്നത് തെളിവാണെങ്കിൽ എന്തുകൊണ്ട് ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹു തആല മദ്ഹബിൽ അങ്ങനെ പള്ളി കെട്ടൽ ഹറാമാണെന്ന് ഇത്തിഫാഖ് വന്നു? കണ്ടോ? അലൽ ഖബരി സവാഉൻ കാനൽ മയ്യിത്തു മശ്ഹൂറൻ ബിസ്സലാഹി ഔ ഗൈരിഹി. ഇനി ആ മയ്യത്ത് സ്വാലിഹായ മയ്യത്താണെങ്കിൽ ശരി, അല്ലെങ്കിലും ആ ഖബറിന് മുകളിൽ എന്ത് ചെയ്യാൻ പാടില്ല? പള്ളി കെട്ടാൻ പാടില്ല എന്നുള്ളത് ഇത്തിഫാഖാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എങ്ങനെ ഒരു ശാഫിഈ മദ്ഹബിലെ, ഞാൻ ശാഫിഈക്കാരനാണെന്ന് വാദിക്കുന്ന ഒരാൾക്ക് ഈ ആയത്ത് തെളിവായിട്ട് ഓതാൻ സാധിക്കുമെന്ന് ചോദിച്ചു. അതിന് കാമ എന്നൊരു മറുപടി തോക്കെ സഖാഫി പറഞ്ഞിട്ടില്ല, പറയാൻ സാധിക്കില്ല. അതാണ് സത്യം. കാരണം ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹു തആല മദ്ഹബിൽ ഇത്തിഫാഖാണല്ലോ ഖബറിന്റെ മുകളിൽ പള്ളി കെട്ടാൻ പാടില്ല എന്ന്. അപ്പോൾ ഈ ആയത്ത് തെളിവാക്കുകയാണെങ്കിൽ ഖബറിന്റെ മുകളിൽ കെട്ടിടം പണിയാൻ ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ, ഞങ്ങൾ ഖബറിന്റെ മുകളിൽ പള്ളി കെട്ടും എന്ന് പറഞ്ഞ ആയത്ത് തെളിവാണെങ്കിൽ കെട്ടിടം കെട്ടാൻ മാത്രമല്ല പള്ളി കെട്ടാനും തെളിവാണ്. അങ്ങനെയാണെങ്കിൽ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹു തആല അടക്കമുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ആയത്തിനെ അത് മനസ്സിലാക്കിയില്ല എന്ന് വാദിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ അത് തെളിവല്ല എന്നാണ് സത്യം. അതാണ് സത്യം. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു, അതിന് മറുപടി പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇയാള് പറയുന്ന ഒരു കാര്യം, ഇയാള് തഫ്സീറു അൽ ബൈളാവി റഹ്മത്തുള്ളാഹു തആല തഫ്സീർ വായിക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ഹാഷിയത്ത് ഇബ്നു ശിഹാബ് എന്ന് പറയുന്ന ഹാഷിയുണ്ട്. ആ ഹാഷിയയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ആയത്ത്
പള്ളി കെട്ടാൻ, ഖബറിന്റെ മുകളിൽ കെട്ടിടം കെട്ടാൻ തെളിവാണ് എന്ന് ഹാഷിയത്ത് ഇബ്നു ശിഹാബിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹാഷിയത്ത് ഇബ്നു ശിഹാബ് എന്ന് പറഞ്ഞാൽ ഹിജ്റ 1000കളിൽ രചിച്ച കിതാബാണ്. നിങ്ങളിൽ 60-ൽ പരം തഫ്സീറുകളുണ്ടല്ലോ, ആ തഫ്സീറുകളിൽ ഒന്നും അപ്പോൾ ഇതിന് തെളിവില്ല എന്നല്ലേ അതിനർത്ഥമെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അല്ല, തെളിവുണ്ട്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തിന്റെ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തിന്റെ അൽ ഫത്ഹുൽ ബാരിയിൽ അത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഫത്ഹുൽ ബാരി വായിക്കുന്നുണ്ട്. വെറുതെയാണ്, ഒന്നുമില്ല. ഫത്ഹുൽ ബാരി വായിച്ചിട്ട് ജനങ്ങളെ പറ്റിക്കുകയാണ്. എന്താ ഫത്ഹുൽ ബാരിയിലുള്ളത്? ഫത്ഹുൽ ബാരി നമ്മുടെ കയ്യിലുണ്ട്. ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി തആല പറയുന്നത് എന്താണ് നോക്കൂ. وقال البيضاوي لما كانت اليهود والنصارى يسجدون لقبور الأنبياء تعظيما لشأنهم ويجعلونها قبلة يتوجهون في الصلاة نحوها واتخذوها أوثانا لعنهم ومنع المسلمين عن مثل ذلك فأما من اتخذ مسجدا في جوار صالح وقصد التبرك بالقرب منه لا التعظيم له ولا التوجه نحوه فلا يدخل في ذلك الوعيد. إذا വായിച്ചത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചുരുക്കി എല്ലാ അർത്ഥം വെക്കുന്നില്ല. പറഞ്ഞിരിക്കുന്നത് ഒരു സ്വാലിഹായ മനുഷ്യന്റെ ഖബറിന്റെ അടുക്കൽ പള്ളി കെട്ടിയാൽ ആ ഖബറിനെ ബഹുമാനിക്കൽ അല്ല ഉദ്ദേശം, ആ ഖബറിലേക്ക് തിരിഞ്ഞു നമസ്കരിക്കലും അല്ല ഉദ്ദേശം. അല്ലാതെ ആ ഖബറിന്റെ അടുക്കൽ പള്ളി കെട്ടിയാൽ അത് ഹറാമാവൂല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ചല്ലല്ലോ ഇവിടെ ചർച്ച ഖബറിന്റെ മുകളിൽ കെട്ടിടം കിട്ടുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഫത്ഹുൽ ബാരി വായിച്ചത് യാതൊരു തെളിവുമല്ല. ജനങ്ങളെ വെഡ്ഡിയാക്കാൻ വേണ്ടി എന്തൊക്കെ വായിക്കാം, വെറുതെ എന്തൊക്കെ പറയുക, അത് മാത്രമേ ഉള്ളൂ. ഇബ്നു തഫ്സീർ തബരി റഹ്മത്തുള്ളാഹി തആല തഫ്സീർ തബരി, ഇമാം തബരിയുടെ തഫ്സീർ തബരിയിൽ ഒരു കഥയുണ്ട്. അതായത് ഈ ഖബറിൽ ഇമാം അവിടുത്തെ അന്നത്തെ രാജാവ് ആ ഖബറിൽ ഉറൂസ് നടത്തി എന്ന് പറഞ്ഞൊരു കഥ ഇമാം തബരി റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ബനൂ ഇസ്രായേലിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട കഥയാണ്, അത് ദീനിൽ തെളിവാവാൻ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അയാൾ പറയുന്നത് നോക്കൂ, ഇസ്രായേലി കഥ. അപ്പോ ഇസ്രായേലികളുടെ ജൂതന്മാരെ കഥകൾ ഈ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ലോകത്ത് പഠിപ്പിച്ചു. ഈ ലോകത്തോട് ഏറ്റവും വലിയ അക്രമമാണ് അവർ കാണിച്ചത് എന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അല്ല, അങ്ങനെ അർത്ഥമില്ല. ജനങ്ങൾ മനസ്സിലാക്കുക. അതായത് ഇവിടെ ഇത് ബനൂ ഇസ്രായേലിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട കഥയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഹദ്ദിസു അൻ ബനി ഇസ്രായീൽ വലാ ഹറജ്. ബനൂ ഇസ്രായേലിൽ നിന്ന് നിങ്ങൾ ഉദ്ധരിച്ചു കൊള്ളുക, അതിന് പ്രശ്നമില്ല എന്നുള്ള ഹദീസിനെ തഅവീൽ ചെയ്തിട്ടാണ് ഇമാമിയങ്ങൾ എന്ത് ചെയ്യുന്നത്? തഫ്സീറിന്റെ കിതാബിൽ ബനൂ ഇസ്രായേലിൽ നിന്നുള്ള കഥകൾ ഉദ്ധരിക്കുന്നത്. അതിന് നമ്മൾ അവരെ കുറ്റപ്പെടുത്തുന്നില്ല, ഇമാമിയങ്ങളാണ് ഉദ്ധരിച്ചത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസിലുണ്ട്, ലാ തുസദ്ദിഖൂഹും വലാ തുകദ്ദിബൂഹും. അവരെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? സത്യപ്പെടുത്താനും പാടില്ല, കളവാക്കാനും പാടില്ല. അപ്പൊ അത് ദീനിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് തെളിവാക്കാൻ പറ്റൂല. ബനൂ ഇസ്രായേലിയരുടെ കഥയിൽ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ദീനിൽ തെളിവാക്കാൻ പറ്റൂല. കാരണം ബനൂ ഇസ്രായേൽ എത്രയോ കാലഘട്ടം മുമ്പ് ജീവിച്ചിരുന്നവരാണ്. ഒന്ന്, അത് നമുക്ക് സനദ് സ്വഹീഹായി കൊണ്ട് കിട്ടുകയില്ല. രണ്ട്, സനദ് സ്വഹീഹായി കിട്ടിയാൽ തന്നെ അത് നമുക്ക് ദീനിൽ തെളിവാവൂല. കാരണം നമ്മുടെ ദീനിൽ അതിന് വിരുദ്ധമായ രൂപത്തിൽ തെളിവ് വന്നിട്ടുണ്ട്. എന്താണ് വന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സസൽ ഖബറു വ അൻ യുഖഅദ അലൈഹി വ അൻ യുബ്ന അലൈഹി. ഖബറിന്റെ മുകളിൽ കെട്ടിടം കെട്ടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ ആയത്ത്, ആ തഫ്സീറിൽ വന്ന കഥയും നമുക്ക് തെളിവാക്കാൻ പറ്റൂല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഉബാമീങ്ങൾ ഉപദ്രവം പ്രവർത്തിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ബനൂ ഇസ്രായേലിന്റെ കഥ ദീനിൽ തെളിവാക്കി കഴിഞ്ഞാൽ അത് യഹൂദികളും നസ്രാണികളും പറയുന്നത് ദീനിൽ തെളിവാക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് അത് തെളിവാക്കാൻ പറ്റൂല എന്നാണ് ഞാൻ പറഞ്ഞത്. ആ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു, അങ്ങനെ തെളിവാക്കാൻ പറ്റൂല. അത് തന്നെയാണ് ഇമാം അൽ ഖുർത്തുബി റഹ്മത്തുള്ളാഹി തആല പറഞ്ഞത്. അത് ഞാനിവിടെ വായിച്ചിട്ടുണ്ട്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തആല പറഞ്ഞത് ഞാൻ വായിച്ചു. അതുപോലെ തന്നെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തആല ഇത് പറയുമ്പോൾ തന്നെ ഒരു കഥയും കൂടി അവിടെ കൊടുക്കുന്നുണ്ട്. അത് ഞാൻ വായിച്ചു. അതിനെക്കുറിച്ച് ഒന്നും മിണ്ടിയിട്ടില്ല. എന്താ കഥ? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തആല പറയുകയാണ്, അൻ അമീറുൽ മുഅ്മിനീന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കഥയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം കേട്ടതാണ്, ഒരു തവണ കൂടി കേൾക്കുക. അന്നഹു ലമ്മ വജദ ഖബറ ദാനിയാൽ.
ദാനിയാൽ നബി അലൈഹി വസ്ലാമിന്റെ ഖബർ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടെത്തി. ദാനിയാൽ നബി അലൈഹി വസ്ലാമിന്റെ ഖബർ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടെത്തി. ഫി സമാനിഹി ബിൽ ഇറാഖിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ദാനിയാൽ നബി അലൈഹി വസ്ലാമിന്റെ ഖബർ കണ്ടെത്തുകയുണ്ടായി. ഈ ഉചിത ഖബർ ദാനിയാൽ കണ്ടെത്തുകയുണ്ടായി. അപ്പോഴോ അമറ അൻ യുഖ്ഫിയ അനിന്നാസ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ദാനിയൽ നബി അലൈഹി വസ്ലാമിന്റെ ഖബർ കിട്ടിയപ്പോൾ എന്താ ചെയ്തത്? ഇന്നത്തെ കാലഘട്ടത്തിൽ സമസ്തക്കാർ എന്താ ചെയ്യുന്നത്? ഒരു ഖബർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു സ്വാലിഹായ ഒരു മനുഷ്യ, സ്വാലിഹ് പോലും അല്ല, പല ഖബറിലും കിടക്കുന്ന ആളുകൾ മുസ്ലിമാണോ കാഫിറാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത ആളുകളെ ഈ കരയിൽ അടിഞ്ഞ മരണപ്പെട്ട ആളുകളുടെ മൃതദേഹങ്ങളൊക്കെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ നാട്ടിലൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് എന്താക്കിയിട്ടുണ്ട്? അതൊക്കെ മക്ബറയാക്കിയിട്ടുണ്ട്. ഇവിടെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടെത്തുന്നത് ദാനിയാൽ നബി അലൈഹി വസ്ലാമിന്റെ ഖബറാണ്. ദാനിയാൽ നബി അലൈഹി വസ്ലാമിന്റെ ഖബർ കിട്ടിയപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ ഉറൂസ് കഴിച്ചില്ല, ആ ഖബർ കെട്ടിപ്പൊക്കിയില്ല, അവിടെ സിയാറത്ത് ടൂർ നടത്തിയിട്ടില്ല, അവിടെ നിന്ന് ഭണ്ഡാരം വെച്ച് പൈസ ഒപ്പിച്ചില്ല. മറിച്ച് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത്? ദാ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തആല തഫ്സീറിൽ പറയുകയാണ്, അമറ അൻ യുഖ്ഫിയ അനിന്നാസ്, ജനങ്ങളിൽ നിന്ന് അത് മറച്ചു വെക്കുവാൻ വേണ്ടി കൽപ്പിച്ചു. വഅൻ തുദ്ഫന തിൽക റുക്അതു അല്ലതി വജദൂഹാ ഇൻദഹു, അവിടെ നിന്ന് കിട്ടിയ ഏടുകളെല്ലാം കൂടി ആ ഖബറിന്റെ അകത്തിട്ട് ഖബർ മൂടി ജനങ്ങളിൽ നിന്ന് ആ ഖബറിനെ മറച്ചു വെക്കുവാൻ വേണ്ടി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കൽപ്പിച്ചു എന്നാണ്. അപ്പൊ അതൊക്കെ ഞാൻ വായിച്ചിരുന്നു. ഇതിനെയൊന്നും തൊട്ടിട്ടില്ല, തൊടാൻ സാധിക്കില്ല. എങ്ങനെ തൊടാനാണ്? ഇതിനെയൊന്നും അദ്ദേഹം തൊട്ടിട്ടില്ല. അപ്പൊ ഒന്നാമത്തെ ആ തെളിവ്, തഫ്സീറിന്റെ തെളിവ്, ഇവർ കൊണ്ടുവന്ന ഖുർആൻ ആയത്ത് അവർക്ക് തെളിവല്ല, അത് തെളിവായിട്ട് ഉദ്ധരിക്കാൻ പറ്റുകയില്ല എന്ന് നമ്മൾ സ്ഥാപിച്ചു. അതിന് തോക്കെ സഖാഫി മറുപടി പറഞ്ഞിട്ടില്ല. ഇനി അടുത്തത് ഞാൻ ഉസ്മാൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിനെ കുറിച്ച് വിശദീകരിച്ചു. ഞാൻ പറഞ്ഞിരുന്നു ഉസ്മാൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് അന്ന് എത്ര പ്രായമേ ഉണ്ടാവുള്ളൂ? 4 വയസ്സോ 5 വയസ്സോ ഉണ്ടാവുള്ളൂ. ആ പറഞ്ഞുകൊണ്ട് ഉസ്മാൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹദീസിനെ ഞാൻ വ്യക്തമായി ഖണ്ഡിച്ചു. തോക്കെ സഖാഫി അതിനെ തൊട്ടിട്ടില്ല. 2 മണിക്കൂർ സംസാരിച്ചു. ഇങ്ങനെ കുറേ തെറ്റുകൾ ഇങ്ങനെ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് വായിച്ചു എന്നല്ലാതെ, കട്ട് ചെയ്ത് കേൾപ്പിച്ചു എന്നല്ലാതെ ഉസ്മാൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹദീസിനെ ഞാൻ ഖണ്ഡിച്ചത് ഇയാൾക്ക് തൊടാൻ സാധിച്ചിട്ടില്ല. അയാൾക്ക് തൊട്ടാൽ ഇയാളുടെ കൈ പൊള്ളും എന്ന് ഇയാൾക്കറിയാം. പിന്നെ ഇയാൾ കാര്യമായിട്ട് ഇവിടെ വന്നിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുബ്ബ നമുക്ക് വേണ്ട എന്നാ പറഞ്ഞത്. കാര്യമായിട്ട് നമ്മളെ ഖണ്ഡനത്തിൽ നടന്ന ഒരു ഗുണം എന്നെനിക്ക് തോന്നുന്നത്, അയാളും സമ്മതിച്ചു, നമ്മളും സമ്മതിച്ചു. എന്ത്? കുബ്ബയുടെ കാര്യം ഇനി ചർച്ച വേണ്ട, കുബ്ബ മാറ്റിവെക്കാമെന്നാണ് ഇയാൾ പറഞ്ഞത്. ആദ്യത്തെ പ്രസംഗത്തിൽ ഇയാള് കുബ്ബയെ പുകഴ്ത്തുന്നതൊന്ന് കേൾപ്പിച്ചു കൊടുത്തേ. അല്ലാഹുവിന്റെ റസൂല് താമസിക്കുന്ന വീട്, ആ വീടിന്റെ മുകളിലുള്ള പച്ച കുബ്ബ, സുബ്ഹാനല്ലാഹ്, കോടി മുസ്ലിമീങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരു കുബ്ബയല്ലേ. ഇമാം ഷാഫിയുടെ കുബ്ബയെ കുറിച്ച് പറയുന്നിട്ടു തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് അതിന്റെ 52ാമത്തെ പേജിൽ കാണാം മഹാനായ ശാഫിഈ ഇമാമിന്റെ ദർഗയെ സംബന്ധിച്ച്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഇവിടെ നോക്കി, മഴ കുറെ കാലയില്ലേ വരാൻ തുടങ്ങിയിട്ട്, അതിന് നോക്കിയിട്ടൊന്നും കാര്യമില്ല. വ ഖബ്റുഹു, ഇമാമു ശാഫിഈ തങ്ങളെ ഖബർ ബിമിസ്റ, ഈജിപ്തിലാണ്. എന്നിട്ട് പറയുന്നത് കേട്ടോ, എല്ലാ മൗലവിമാരും കേൾക്കണം. ഇമാം നവവിയാ പറയുന്നത്, അലൈഹി, ശാഫി ഇമാമിന്റെ ഖബറിന്റെ മുകളിലുണ്ട്, മിനൽ ജലാലത്തി, അതേ മഹാന്റെ സ്ഥാനത്തിനോട് യോജിച്ച വലിയ കുബ്ബയുണ്ട്. വലഹു മിനൽ ഇഹ്തിറാമി മാ. ഇത് ആദ്യത്തെ പ്രസംഗത്തിൽ പറഞ്ഞാണ് കുബ്ബ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗിച്ചു. കുബ്ബ വലിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ മുകളിലുള്ള കുബ്ബയൊക്കെ വലിയ മഹത്വപ്പെടുത്തി സംസാരിച്ചു. അതിനുശേഷം 2ാമത്തെ ഇയാളുടെ മറുപടി ആയപ്പോൾ ഇയാൾക്ക് വന്ന മാറ്റം സഹോദരങ്ങളെ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. കുബ്ബ ഏത് കാലഘട്ടത്തിൽ? ഹിജ്റ 80 വലീദ് ബിൻ അബ്ദുൽ മലിക്കിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായതാണ് എന്നാണ് ഇയാൾ പറയുന്നത്. പാവം, ഞങ്ങൾ പറഞ്ഞോ കുബ്ബ ഉണ്ടാക്കണോ? കുബ്ബ ഉണ്ടാക്കിയാലും ശരി, കുബ്ബ ഉണ്ടാക്കിയില്ലെങ്കിലും ശരി, കുബ്ബ നിർബന്ധമൊന്നുമല്ല. കുബ്ബന്റെ ചർച്ച നമുക്കില്ല. കുബ്ബ വേണമെന്ന് പറയുന്നുമില്ല. കുബ്ബ ഇനി മദീനത്തെ മസ്ജിദുൽ ഖുബായിലല്ല, നിങ്ങളെ പോരന്റെ മുകളിൽ നിന്നുണ്ടാക്കിയത്, ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങൾ കുബ്ബനെ പറ്റിയല്ല മൗലവി ചർച്ച ചെയ്യുന്നത്.
കുബ്ബന്റെ ചർച്ച നമുക്കില്ല. കുബ്ബ വേണമെന്ന് പറയുന്നുമില്ല. ബിൽഡിംഗ് ഉണ്ടാക്കാൻ പാടില്ല നിങ്ങളെ വാദം. അത് എവിടുന്ന് നിങ്ങൾക്ക് കിട്ടിയെന്നാ ഞങ്ങൾ ചോദിക്കുന്നത്. ഏത് ഹദീസിലാ കിട്ടിയത്? ഏത്? അപ്പൊ ഇയാള് പറയുന്നത് വെച്ചാൽ കുബ്ബ ചർച്ച തന്നെ ഇല്ലെന്ന രണ്ടാമത്തെ പ്രസംഗമായപ്പോ, ഒന്നാമത്തെ പ്രസംഗത്തിൽ ആ പച്ചക്കുബ്ബ ഒന്നും കൂടെ ഇട്ടുകൊടുത്തേ. ആ പച്ചക്കുബ്ബ അള്ളാഹുവിന്റെ റസൂല് താമസിക്കുന്ന വീട്, ആ വീടിന്റെ മുകളിലുള്ള പച്ചക്കുബ്ബ, സുബ്ഹാനല്ലാഹ്, കോടിയാനു കോടി മുസ്ലിമീങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരു കുബ്ബയല്ലേ. അപ്പൊ ആദ്യത്തെ പ്രസംഗത്തിൽ ഇങ്ങനെയൊക്കെ പ്രശ്നം, രണ്ടാമത് നമ്മൾ മറുപടി കഴിഞ്ഞപ്പോ എങ്ങനെ ആയെന്നറിയാമോ? കുബ്ബയുടെ ചർച്ചയൊന്നുമില്ല, കുബ്ബ വേണ്ട, കുബ്ബ വേണം നമ്മൾ പറയുന്നുമില്ല എന്നായി. അത് ആദ്യം കിട്ടൊരു ഗുണം അയാളെ നിന്ന് കിട്ടിയത് അതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അല്ലാഹു അഅലം. കുബ്ബയുടെ ചർച്ച ഒഴിവാക്കിയെന്നാണ്. പിന്നെ അയാൾ പറയുന്നത് എന്താ? അവിടെ കെട്ടിയ കെട്ടിടം, അതിനെ കുറിച്ച് പറയാനാ പറയുന്നത്. അത് കിട്ടെ ആറാമത്തെ. ഇയാൾക്ക് ആകെ കുബ്ബന്റെ ചർച്ചയാകും നടത്തുന്നത്. ബിൽഡിങ്ങിനെ പറ്റി പറ, ആ കെട്ടിടത്തിനെ പറ്റി പറ. നമ്മളെ ദർഗകളിൽ ചിലപ്പോ കുബ്ബ ഇല്ലാത്തതുണ്ടാകും, എത്രയോ ദർഗകൾ കുബ്ബ ഇല്ലാത്തതുണ്ടാവും. കുബ്ബ അല്ല വിഷയം, അവിടെ കെട്ടിടം ഉണ്ടോ ഇല്ലേ, ബിൽഡിംഗ് ഉണ്ടോ ഇല്ലേ, അതിന് മറുപടി പറ. അപ്പൊ അയാള് പറയുന്നത് കുബ്ബ വിഷയമല്ല, സമ്മതിച്ചു, അൽഹംദുലില്ലാ. കുബ്ബ വേണ്ട എന്ന് നിങ്ങൾ സമ്മതിച്ചതിൽ അൽഹംദുലില്ലാ നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഇനി ബിൽഡിങ്ങിന്റെ കാര്യം അതും നമ്മൾ പറഞ്ഞുതരാം. അപ്പൊ ഇയാള് പറയുന്നത് കുബ്ബയുടെ ചർച്ച നമുക്ക് വേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാരിജത്ത് ബിൻ സെയ്ദിനാണ് 5 വയസ്സ്. ഉസ്മാൻ ബിൻ മദഊനിലല്ല. ഞാൻ എന്താ പറഞ്ഞത്? അത് മനസ്സിലായി കാണുമെന്ന് വരുന്നു ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ തെറ്റിപ്പോയതാണ്. ഖാരിജത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് 5 വയസ്സേ ഉണ്ടായിരുന്നുള്ളെന്ന്. ആ ഖബർ ചാടിക്കിടക്കും എന്ന് പറഞ്ഞ ഹദീസിന്റെ സമയത്ത്. അങ്ങനെയാണെങ്കിൽ ചാടിക്കിടക്കാൻ എത്ര വലിയ ഖബർ വേണം? ചെറിയൊരു ഖബർ പോലെ 5 വയസ്സുള്ള ആളിനെ ചാടിക്കിടക്കാൻ. വലിയ പടുങ്കൂറ്റൻ കുബ്ബ അതിന്റെ മുകളിൽ വേണ്ട എന്ന് ഞാൻ ഉസ്മാൻ ബിൻ മദഊൻ റളിയല്ലാഹുവിന്റെ ഹദീസിനെ ഖണ്ഡിച്ചുകൊണ്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനൊന്നും ഇയാൾ തൊട്ടിട്ടില്ല. എന്തായാലും ഇപ്പൊ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖബറടക്കിയത് ബിൽഡിങ്ങിന്റെ ഉള്ളിലാണ്. അപ്പൊ അത് ബിൽഡിംഗ് ഉണ്ടാക്കാൻ തെളിവാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അത് തെളിവല്ല. ഷാഫി മദ്ഹബ് അംഗീകരിക്കുന്ന ഒരാൾക്ക് അത് തെളിവാക്കാൻ പറ്റൂല. കാരണം ഷാഫി മദ്ഹബ് പ്രകാരം മുസബ്ബലത്തായ ഭൂമിയിൽ കെട്ടിടമുണ്ടാക്കി കഴിഞ്ഞാൽ ആ കെട്ടിടം പൊളിച്ചു കളയണമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഇപ്പോൾ ഇരിക്കുന്നത് മുസബ്ബലത്തായ ഭൂമിയിലാണ്. അതിനു മുകളിലുള്ള കെട്ടിടം മുസബ്ബലത്തായ ഭൂമിയിലുള്ള കെട്ടിടമായിട്ടാണ് പരിഗണിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു ഷാഫിക്കാരൻ ഒരിക്കലും തെളിവാക്കാൻ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അയാൾ പറയുകയാണ് അത് നമുക്ക് തെളിവാണ് എന്നാണ് അയാൾ പറയുന്നത്. അയാൾ പറയുന്നത് ആ മുസബ്ബലത്തായ ഭൂമിയിൽ കെട്ടിടം ഉണ്ടാക്കുന്നത് നമുക്ക് കെട്ടിടം കെട്ടാൻ തെളിവാണ് എന്നാണ് അയാൾ പറയുന്നത്. കേട്ടുകൊടുത്ത് അത് കേൾപ്പിച്ചത് മുസബ്ബലത്തായ നമുക്ക് തെളിവായപ്പോ നമുക്ക് തെളിവായി അത് മുസബ്ബലത്തായ ഭൂമിയിൽ ഉണ്ടാക്കപ്പെട്ടതാണെങ്കിൽ സുന്നികൾ മുസബ്ബലത്തിൽ ദർഗ ഉണ്ടാക്കുന്നതിന് ഏറ്റവും വലിയ തെളിവാ. അത് നമ്മുടെ തെളിവല്ലേ? ഇപ്പോ നമുക്കെങ്ങനെ വിരുദ്ധാകുന്നത്? സുന്നികൾ മുസബ്ബലത്തായ ഭൂമിയിൽ ദർഗ കെട്ടി ഉയർത്തുന്നതിന് തെളിവായി മുസബ്ബലത്തിൽ എന്ത് ചെയ്യാം, ദർഗ ഉണ്ടാക്കാം എന്നതിന് തെളിവായി. മനസ്സിലായില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഇരിക്കുന്ന സ്ഥലം മുസബ്ബലത്തായ ഭൂമിയാണ്. അപ്പൊ അവിടെ കെട്ടിടമുള്ളത് ഷാഫിക്കാരന് തെളിവാക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അയാൾ പറയുകയാണ് അവിടെ അങ്ങനെ കെട്ടിടമുള്ളത് നമുക്ക് തെളിവാണെന്നാണ് പറയുന്നത്. നമുക്ക് മുസബ്ബലത്തായ ഭൂമിയിൽ, അതായത് പൊതു ഖബർസ്ഥാനിൽ കെട്ടിടമുണ്ടാക്കുവാനുള്ള തെളിവാണ് അത് എന്ന് ഇയാൾ പറയുകയാണ്. അതാ നമ്മൾ പറഞ്ഞത് ഷാഫി മദ്ഹബ് നിങ്ങളും നെയ്യപ്പം പോലെയാണ്. നെയ്യപ്പത്തിന് നെയ്യില്ലാത്തതുപോലെ നിങ്ങൾക്ക് ഷാഫി മദ്ഹബും ഇല്ല. കാരണം ഷാഫി മദ്ഹബിൽ അത് ഹറാമാണ്. ഷാഫി മദ്ഹബിൽ മുസബ്ബലത്തായ ഭൂമിയിൽ കെട്ടിടം കെട്ടൽ ഹറാമാണ്. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി, നിങ്ങളുടെ ഇമാമായ ഇബ്നു ഹജർ അൽ ഹൈതമി അദ്ദേഹത്തിന് അൽ ഫതാവ അൽ കുബ്ര എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നു. 2ാമത്തെ മുജല്ലദിൽ 17ാമത്തെ പേജിൽ രേഖപ്പെടുത്തുകയാണ് അൽ മൻഖൂലുൽ മുഅ്തമദു കമാ ജസമ ബിഹി അൻ-നവവി ഫീ ശറഹിൽ മുഹദ്ദബി ഹുർമത്തുൽ ബിനാഇ ഫിൽ മഖ്ബറത്തിൽ മുസബ്ബല ഫൈൻ ബുനിയ ഫീഹാ ഹുദിമ. മുസബ്ബലത്തായ ഭൂമിയിൽ ഖബർ കെട്ടിപ്പൊക്കിയാൽ അത് ഹറാമാണ്. അങ്ങനെ കെട്ടിപ്പൊക്കിയാൽ അത് പൊളിച്ചു കളയണം എന്നാ ഇബ്നു ഹജർ അസ്ഖലാനി, ഇബ്നു ഹജർ അൽ ഹൈതമി അദ്ദേഹത്തിന് അൽ ഫതാവ അൽ കുബ്രയിൽ പറയുന്നത്. അപ്പൊ ഷാഫി മദ്ഹബ് പ്രകാരം മുസബ്ബലത്തായ ഭൂമിയിൽ കെട്ടിടം കെട്ടാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്കൊരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ തെളിവാക്കാൻ പറ്റൂല. അങ്ങനെ തെളിവാക്കിയാൽ
അതിന്റെ മുകളിലുണ്ടായിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹുവിന്റെ വീടിനെ നിങ്ങൾ തെളിവാക്കി കഴിഞ്ഞാൽ ഷാഫി മദ്ഹബിലെ ഇബ്നു ഹജർ അൽ ഹൈതമിയെ പോലുള്ള പണ്ഡിതന്മാരെ നിങ്ങൾ ഗണ്ഡിക്കലാണ്, ഇമാം നവവിയെ ഗണ്ഡിക്കലാണ്, ഇമാം മാവർദിയെ ഗണ്ഡിക്കലാണ്, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തആല കിതാബിൽ ഉമ്മിൽ പറഞ്ഞതിനെ പോലും ഗണ്ഡിക്കലാണ്. കാരണം അവരുടെ അഭിപ്രായത്തിലൊന്നും മുസബ്ബലത്തായ ഭൂമിയിൽ കെട്ടിടം കെട്ടാൻ പാടില്ല, ഹറാമാണ്. ഇനി മിൽക്കിലുള്ള ഭൂമിയിലാണെങ്കിൽ, സ്വന്തം അവകാശ ഉടമസ്ഥ സ്ഥലത്തുള്ള ഭൂമിയിലാണെങ്കിൽ അവിടെ കെട്ടിടം കെട്ടൽ ഹറാമുമാണ്. ഇനി അയാൾ പറയുന്നത് മുസബ്ബലത്തായ ഭൂമിയിൽ കെട്ടിടം കെട്ടൽ ഹറാമാക്കിയത് അവിടെ ഇടുങ്ങും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് എന്നാണ്. അത് നിട്ടുകൊടുത്ത് സാർവജനിക ഖബർസ്ഥാനാകുമ്പോ എല്ലാവർക്കും മറമാടാൻ അവകാശമുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ ബിൽഡിംഗ്, ഒരു മദ്രസ കെട്ടി, അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് ബിൽഡിംഗ് കെട്ടി, അല്ലെങ്കിൽ അവിടെ നിങ്ങൾ റബ്ബറിന്റെ തോട്ടം ഉണ്ടാക്കി, എന്നാ പിന്നെ മറമാടേണ്ട സ്ഥലം ഉണ്ടാവൂലല്ലോ, ആളുകൾക്ക് മറമാടണ്ടേ, അതിന് തടസ്സം ഉണ്ടാവൂലേ? അതുകൊണ്ടാണ് അവിടെ പാടില്ല എന്ന് പറഞ്ഞത്. അപ്പൊ ഇദ്ദേഹം പറയുന്നത് ഷാഫി മദ്ഹബില് പൊതു ഖബർസ്ഥാനിൽ കെട്ടിടം കെട്ടാൻ പാടില്ല, ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല. അത് അയാളും അംഗീകരിച്ചു. ഇത് അയാൾ പറയുന്നത് അങ്ങനെ കെട്ടിടം കെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞതിനുള്ള കാരണം എന്ത് മാത്രമാണ്? അതിൽ ഇടുക്കമുണ്ടാവും. കാരണം പൊതു ശ്മശാനി ആവുമ്പോൾ ഒരാൾ കെട്ടിടം കെട്ടി ഖബർ കെട്ടിപ്പൊക്കി കഴിഞ്ഞാൽ മറ്റൊരാളുടെ സ്ഥലം പോകും. അപ്പൊ അത് മാത്രമാണ് കാരണമെന്നാണ് തോക്കെ സഖാഫി പറഞ്ഞത്. എന്നാൽ ഇബ്നു ഹജർ അൽ ഹൈതമി അശ്ശാഫിഈ റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന് അൽ ഫതാവ അൽ കുബ്ര എന്ന് പറയുന്ന കിതാബിൽ 2-ാമത്തെ മുജല്ലദിൽ 16-ാമത്തെ പേജിൽ പറയുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഖാലൽ ഇമാമു ശിഹാബുദ്ദീൻ അൽ അദ്റഈ റഹിമഹുല്ലാഹു തആല പറഞ്ഞു, അൽ വജ്ഹു ഫിൽ ബിനാഇ അലൽ ഖുബൂരി, ഖബറിന്റെ മുകളിൽ കെട്ടിടം കെട്ടുക എന്നുള്ളതിന്റെ നിയമം എന്താണ്, അതിന്റെ വിധി എന്താണ്? മഖ്തല്ലാഹു ഇത്ലാഖ് ഇബ്നു കജ്ജിൻ, അതിന്റെ വജ്ഹ്, അതിന്റെ ന്യായം ഇബ്നു കജ്ജ് റഹ്മത്തുള്ളാഹി തആല ചെയ്ത ഇത്ലാഖാണ്. ഇബ്നു കജ്ജ് റഹ്മത്തുള്ളാഹി തആല ഷാഫി മദ്ഹബിലെ പ്രഗൽഭനായ പണ്ഡിതനാണ്. ഹിജ്റ 400കളിൽ വഫാത്തായ പണ്ഡിതനാണ്. അപ്പോൾ ഇമാം നബവിയെക്കാളും സീനിയറായ പണ്ഡിതനാണ് ഇബ്നു കജ്ജ് റഹ്മത്തുള്ളാഹി തആല. ഇബ്നു കജ്ജ് റഹ്മത്തുള്ളാഹി തആല പറയുന്നതാണ്, മിനത്ത് തഹരീമി മിൻ ഗൈരി ഫർഖിൻ ബൈന മിൽക്കിഹി വ ഗൈരിഹി. പൊതുസ്ഥലത്ത് ഖബർ കെട്ടിപ്പൊക്കിയാലും ശരി, സ്വന്തം വീട്ടിൽ സ്വന്തം ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് കെട്ടിടം കെട്ടിപ്പൊക്കിയാലും ശരി, അത് രണ്ടും ഹറാമാണ്. ഇബ്നു കജ്ജ് റഹ്മത്തുള്ളാഹി തആലയാണ് പറഞ്ഞത്. ഇപ്പൊ തോക്കെ സഖാവി പറയും, ഇബ്നു കജ്ജ് റഹ്മത്തുള്ളാഹി തആലയ്ക്ക് എന്ത് പിഴച്ചോ? ഇബ്നു കജ്ജ് റഹ്മത്തുള്ളാഹി തആലയ്ക്ക് അള്ളാഹുവിന്റെ ഖുർആൻ മനസ്സിലായില്ലേ? ഇബ്നു കജ്ജ് റഹ്മത്തുള്ളാഹി തആലയ്ക്ക് റസൂലിന്റെ സുന്നത്ത് മനസ്സിലായില്ലേ? ഇബ്നു കജ്ജ് റഹ്മത്തുള്ളാഹി തആല പറഞ്ഞത് ഖബർ കെട്ടിപ്പൊക്കൽ അത് പൊതു ഖബർസ്ഥാനിലും സ്വന്തം മിൽക്കിലുള്ള സ്ഥലത്തായാലും ശരി അത് ഹറാമാണ്. കാരണം ഇനി അദ്ദേഹം പറയുന്നു, നോക്കിക്കോ, തോക്കെ സഖാവി പറഞ്ഞത് അതിനുള്ള കാരണം അവിടെ അങ്ങനെ ഖബർ കെട്ടിപ്പൊക്കിയാൽ ബാക്കിയുള്ളവർക്കെല്ലാം ഇടുക്കമാവും, അതുകൊണ്ട് മാത്രമാണെന്നാണ്. എന്നാൽ ഇബ്നു കജ്ജ് റഹ്മത്തുള്ളാഹി തആല പറയുകയാണ്, ഇബ്നു കജ്ജ് പറഞ്ഞതായിക്കൊണ്ട് ഇമാം അൽ അദ്റഈ പറഞ്ഞതായി ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി തആല ഇവിടെ ഉദ്ധരിക്കുകയാണ്, പറയുകയാണ്, ലിൻ നഹീൽ ആമി, ഒന്നാമത്തെ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവായിട്ടാണ് നിരോധിച്ചത്, ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അത് പൊതു ഖബർസ്ഥാനിലായാലും ശരി, തന്റെ വീട്ടുമുറ്റത്തായാലും ശരി ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ, വലിമാ ഫീഹി മിനൽ ഇബ്തിദാഇ ബിൽ ഖബീഹി, ഒരു വൃത്തികെട്ട പുത്തനാചാരമാണത്. ശ്രദ്ധിക്കണേ കൂട്ടുകാരെ, കേട്ടോ. ഇബ്നു കജ്ജ് റഹ്മത്തുള്ളാഹി തആല പറയുകയാണ്, ഖബർ കെട്ടിപ്പൊക്കൽ എന്താണ്? ഒരു വൃത്തികെട്ട പുത്തനാചാരമാണ്. വഇദാഅത്തിൽ മാലി, തീർന്നില്ല, സമ്പത്ത് ദുർവിനിയോഗം ചെയ്യലാണ്. വസ്സറഫി, അതുപോലെ തന്നെ പൈസ അടിച്ചു തീർക്കലാണ്. വൽ മുബാഹാത്തി, അതുപോലെ തന്നെ പൊങ്ങച്ചം കാണിക്കലാണ്. വ മുലാഹാത്തിൽ ജബാബിറത്തി വൽ കുഫാർ, കുഫാറുകളെയും സ്വേച്ഛാധിപതികളെയും അനുകരിക്കലുമാണ്. 6 കാര്യങ്ങളാണ് ഖബർ കെട്ടിപ്പൊക്കാതിരിക്കാൻ വേണ്ടി ഇബ്നു കജ്ജ് റഹ്മത്തുള്ളാഹി തആല ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി തആലയുടെ മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതനായ ഇബ്നു കജ്ജ് റഹ്മത്തുള്ളാഹി തആല പറഞ്ഞത് എന്താണ്? 6 കാരണങ്ങളാണ് ഖബർ കെട്ടിപ്പൊക്കാതിരിക്കുന്നത്. ഒന്നെന്താണ്? 1 ലിൻ നഹീൽ ആമി, റസൂൽ പൊതുവായി വിരോധിച്ചു. 2 ലിമാ ഫീഹി മിനൽ ഇബ്തിദാഇ ബിൽ ഖബീഹി, വൃത്തികെട്ടൊരു പുത്തനാചാരമാണ്. വഇലാഅത്തിൽ മാലി, പൈസ വെറുതെ ചെലവാക്കലാണ്. വസ്സറഫി, അമിതവ്യയമാണ്, അതായത് പൈസ വെറുതെ അടിച്ചു തീർക്കലാണ്. വൽ മുബാഹാത്തി, പൊങ്ങച്ചം കാണിക്കലാണ്. വ മുലാഹാത്തിൽ ജബാബറത്തി വൽ കുഫാർ, കുഫാറുകളെയും സ്വേച്ഛാധിപതികളെയും അനുകരിക്കലാണ്, അവരുമായി സദൃശ്യപ്പെടലാണ്. 6 കാരണങ്ങളാണ് ഇബ്നു കജ്ജ് റഹ്മത്തുള്ളാഹി തആല പറഞ്ഞത്. അതുപോലെ തന്നെ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി തആല പറയുകയാണ്, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി തആല
എന്തുകൊണ്ട് ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ലെന്ന് പറയുകയാണ്. ഇമാം ഷാഫിഈ തന്നെ പറയുന്നു, കിതാബുൽ ഉമ്മിൽ പറയുന്നു. ഖാല, അദ്ദേഹം പറയുകയാണ്, വഇന്നമാ ഉഹിബ്ബു അൻ യുശഖസ അലാ വജ്ഹിൽ അർളി ശിബ്റാ ഔ നഹ്വഹു. അപ്പോ വഉഹിബ്ബു അൻ ലാ യുബ്ന, ഖബർ കെട്ടിപ്പൊക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇമാം ഷാഫി കിതാബുൽ ഉമ്മിൽ പറയുകയാണ്. അതുപോലെ തന്നെ ഒരു ഷിബറിനേക്കാളും ഒരു ചാണിനേക്കാളും ഖബർ ഉയർത്തുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. വലാ യുജസ്സസ, അതുപോലെ തന്നെ ഖബറിൽ കുമ്മായമിടുന്നതും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ് ഇതൊന്നും ഞാൻ ഇഷ്ടപ്പെടാത്തത്? ഫഇന്ന ദാലിക യുഷ്ബിഹു സീനത വൽ ഖുയലാ, ഖബർ കെട്ടിപ്പൊക്കുന്നത് അത് സീനത്താണ്. സീനത്ത് എന്ന് വെച്ചാൽ സൗന്ദര്യം വരുത്തലാണ്. ഒരു ഖബർ ഇങ്ങനെ കെട്ടിപ്പൊക്കി നല്ല കുമ്മായമൊക്കെ ഇട്ട് അതിനെ അലങ്കരിക്കൽ, ഒരു സൗന്ദര്യം വരുത്തലാണ്. അതുപോലെ തന്നെ ഖുയല, പുങ്ങച്ചം നടിക്കലുമാണ്. വലൈസൽ മൗതു മൗളിഅ വാഹിദിൻ മിൻഹുമാ, വലൈസൽ മൗതു മൗളിഅ വാഹിദിൻ മിൻഹുമാ, മരണം ഈ രണ്ടിന്റെയും സ്ഥലമല്ല. പൊങ്ങച്ച് നടിക്കേണ്ടതും സൗന്ദര്യപ്പെടുത്തേണ്ടതും ഒന്നും സ്ഥലമല്ല മരണം. അതുകൊണ്ട് അവിടെ ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല. അപ്പൊ എത്ര കാരണങ്ങളായി? 8 കാരണങ്ങളാണ് ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. അതിന്റെ കൂടെ 9ാമത്തെ ഒരു കാരണമാണ് സ്ഥലം ഇടുങ്ങും. പൊതു ഖബർസ്ഥാനിൽ ഖബർ കെട്ടിപ്പൊക്കി കഴിഞ്ഞാൽ സ്ഥലം ഇടുങ്ങും. അങ്ങനെ മൊത്തം 9 കാരണങ്ങളുണ്ട് എന്ത് ചെയ്യാൻ, ഖബർ കെട്ടിപ്പൊക്കാതിരിക്കാൻ. ഇതെല്ലാം ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ പറഞ്ഞതാണ്. അപ്പോൾ ഇയാൾ പറയുന്നത് എന്താണെന്ന് അറിയുമോ? നിങ്ങൾ എന്തിനാ ഷാഫി മദ്ഹബിൽ പിടിക്കുന്നത്? നിങ്ങൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആൾക്കാരല്ലേ, അപ്പൊ നിങ്ങൾക്ക് തെളിവില്ലേ എന്ന് അയാൾ ചോദിക്കുന്നത്. അത് ഇട്ടുകൊടുത്തേ. എന്നാൽ ആദ്യമായ ഒരു കാര്യം ഞാൻ ഈ മൗലവിയോട് ചോദിക്കുകയാണ്. ഇദ്ദേഹം ഔലിയാക്കളുടെ ഖബറിന്റെ മുകളിൽ കെട്ടിടം കെട്ടാൻ പാടില്ല എന്നതിന് ഷാഫി മദ്ഹബിലെ കിതാബാണ് തെളിവുദ്ധരിക്കുന്നത്. എന്താണ് അതിനർത്ഥം? ഇവർക്ക് സാധാരണ എന്നും ചോദിക്കുന്നവരാണ്, ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ, ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് ചോദിക്കുന്ന ഇവർക്ക് ഖുർആനിൽ ഒറ്റ തെളിവില്ല, ഹദീസിൽ ഒരു തെളിവും ഇവർക്കില്ല. നിങ്ങൾ എപ്പോഴാ ഷാഫി മദ്ഹബായത്? നിങ്ങൾക്ക് എന്തിനാ ഷാഫി മദ്ഹബിന്റെ കിതാബ്? അപ്പോ ഷാഫി മദ്ഹബിൽ തെളിയിക്കാൻ പറ്റും നമ്മളെ വെല്ലുവിളിച്ചു. അപ്പൊ നമ്മൾ കൃത്യമായി തെളിയിച്ചു കൊടുത്തു അല്ലേ? ഇയാൾ 1ാമത്തെ പ്രസംഗത്തിൽ ഇവിടെ വന്ന് വെല്ലുവിളിച്ചത് എന്താ? ചുണയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷാഫി മദ്ഹബിൽ ഖബർ കെട്ടിപ്പൊക്കുന്ന ഹറാമാണെന്ന് തെളിയിക്കാൻ പറഞ്ഞു. നമ്മളെല്ലാ ഈ ഇബാറത്തുകളെല്ലാം തെളിയിച്ചപ്പോൾ അയാൾ ചോദിക്കും, നിങ്ങൾ എന്തിനാ ഷാഫി മദ്ഹബ് ഉദ്ധരിക്കുന്നത് എന്നാ ചോദിക്കുന്നത്. ഖുർആനും ഹദീസും നിങ്ങൾക്കില്ല എന്നാ ചോദിക്കുന്നത്. ഖുർആനും ഹദീസും ഉണ്ട്. നമ്മൾ ഹദീസ്, ഒരുപാട് ഹദീസുകൾ ആ ദിവസത്തെ പ്രസംഗത്തിൽ 1ാമത്തെ നമ്മൾ തോക്കെ സഖാഫിക്ക് കൊടുത്ത മറുപടിയിൽ നമ്മുടെ അബൂ ഹുദ് ഹഫളഹുല്ലാഹു തആല, ഉസ്താദ് അബൂ ഹുദ് ഹഫളഹുല്ലാഹു തആല ഒരുപാട് ഹദീസുകൾ ഉദ്ധരിച്ചു. ഇമാം അൽ ഖുർത്തുബി റഹ്മഹുല്ലാഹു തആലയിൽ നിന്ന് ഇമാം അൽ ഖുർത്തുബി റഹ്മഹുല്ലാഹു തആല ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ എന്നുള്ള ആയത്തിന്റെ തഫ്സീറിൽ കൊടുത്ത ഹദീസുകൾ ഞാൻ ഉദ്ധരിച്ചു. ഇനിയും വേണമെങ്കിൽ കേട്ടോ, ഹദീസ് വേണമെങ്കിൽ കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കപ്പെടുന്നു, നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സസൽ ഖബറു വഅൻ യുഖഅദ അലൈഹി വഅൻ യുബ്ന അലൈഹി. തെളിവ് മതിയോ? എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു? ഖബറിൽ കുമ്മായമിടൽ, അതിന്മേൽ ഇരിക്കൽ, അതിന്മേൽ എടുപ്പുണ്ടാക്കൽ, അത് കെട്ടിപ്പൊക്കൽ റസൂൽ വിരോധിച്ചു. ഇതുപോലെ ധാരാളം ഹദീസുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നു. അതെല്ലാം ഇനി ഞാൻ തിരിച്ച് ഇവിടെ വീണ്ടും കൊണ്ടുവരുന്നില്ല.